എന്നോടൊപ്പം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉണ്ട്. അദ്ദേഹം ദീപശിഖ ജാഥയുടെ ക്യാപ്റ്റൻ കൂടിയാണ്. കഴിഞ്ഞ ദിവസം വയലാറിൽ നിന്നാണ് ദീപശിഖ ജാഥ പ്രയാണം ആരംഭിച്ചത്. ഇന്നലെ കൊല്ലം ജില്ലയിലേക്ക് കടന്നു. ഇന്നിപ്പോൾ പൊതുസമ്മേളന നഗരിയിലേക്കുള്ള യാത്ര 9 മണിക്ക് തന്നെ ആരംഭിക്കും. വഴിയോരങ്ങളിലൊക്കെ ആവേശകരമായ വരവേൽപ്പുകൾ. ഓരോ കേന്ദ്രങ്ങളിലും ഈ കൊടും ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് ആയിരങ്ങളാണ് ഓരോ കേന്ദ്രങ്ങളിലും ദീപശിഖ ജാഥയെ വരവേൽക്കാൻ വേണ്ടി എത്തുന്നത്. ഇപ്പോൾ PK ബിജു തന്നെ ആ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. PK ബി, കൈരളിയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് വയലാറിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ, അതോടൊപ്പം തന്നെ കയ്യൂരിൽ നിന്നും പതാക, ഇപ്പോൾ ശൂരനാട് നിന്നും കൊടിമര ജാഥ, അങ്ങനെ ഒരു വലിയ ആവേശത്തിലേക്ക് കൊല്ലം പോവുകയാണ്. പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ സംസ്ഥാന സമ്മേളനം പിണറായി സർക്കാരിൻ്റെ, അതായത് 2 വട്ടം ഭരണത്തിൽ വന്ന് ഇനി 3ാമത്തെ വട്ടം ഭരണത്തിൽ വരാനുള്ള കാര്യങ്ങൾ, പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിനുള്ള ഇതുവരെയുള്ള ഈ വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട നയങ്ങളൊക്കെ രൂപീകരിക്കാനുള്ള സമ്മേളനം കൂടിയാണ്. കേരളം വലിയ ആവേശത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള കേരള സംസ്ഥാന സമ്മേളനത്തെ കാണുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന സമ്മേളനമായി കൊല്ലം സമ്മേളനം മാറാൻ പോവുകയാണ്. പതാക ജാഥയും കൊടിമര ജാഥയും അതേപോലെ ദീപശിഖ റാലിയുമെല്ലാം ആബാലവൃദ്ധം ജനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കൊല്ലത്തേക്ക് എത്തിച്ചേരുന്നത്. ഇന്ന് വൈകുന്നേരം പതാക ഉയരുന്നതോടുകൂടി നാളെ സമ്മേളനം ആരംഭിക്കും. 9ാം തീയതി മഹാറാലിയോടുകൂടിയാണ് ഈ സമ്മേളനം പൂർത്തീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമ്മേളനകാലം ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള സുപ്രധാനമായ പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. 1956 തൃശ്ശൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനമാണ് 957 ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ മാനിഫെസ്റ്റോയായി മാറിയത്. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ എറണാകുളത്ത് വെച്ചാണ് ചേർന്നത്. ആ എറണാകുളം സമ്മേളനം പാസ്സാക്കിയ നവകേരള രേഖയാണ് ഇന്ന് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സുപ്രധാനമായ ഡോക്യുമെൻ്റായി തീർന്നത്. ഈ കൊല്ലം സമ്മേളനം വരാൻ പോകുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന മാനിഫെസ്റ്റോ രൂപപ്പെടുത്തുന്ന സുപ്രധാനമായ സമ്മേളനമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 590 പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ ഈ രേഖയെ സംബന്ധിച്ച് ചർച്ച നടത്തും. അത് കേരള ചരിത്രത്തിൽ വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു നാഴികക്കല്ലായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇതാണ് കേരള ജനത ആവേശപൂർവ്വം ഈ സമ്മേളനത്തെ നോക്കിക്കാണുന്നത്. ഓരോ തെരുവുകളിലും ഓരോ ഗ്രാമങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ജനങ്ങൾ നൽകുന്ന പിന്തുണ കേരള വികസനത്തിന് LDF സ്വീകരിക്കുന്ന ഈ സുപ്രധാനമായ ഇടപെടലിനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ ഞങ്ങളുണ്ട് എന്ന ബോധ്യപ്പെടുത്തൽ കൂടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ ദീപശിഖ ജാഥ കൊല്ലം ജില്ലയിലേക്ക് ഇന്നലെ പ്രവേശിച്ചു. ഈ വരുന്ന വഴികളിലൊക്കെ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഞങ്ങൾ 2ാം തീയതി പുന്നപ്ര വയലാർ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ഈ ദീപശിഖ പ്രയാണം ആരംഭിച്ചത്. പുന്നപ്ര വയലാർ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ കേരളത്തെ അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി തൊഴിലാളികളും കൃഷിക്കാരും പാവപ്പെട്ടവരും നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തിൻ്റെ ചരിത്രം പേറുന്ന ഒന്നാണ്. ആ മണ്ണിൽ നിന്ന് തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ടിയായ CPIM-ൻ്റെ സമ്മേളനത്തിലേക്ക് കൊണ്ടുപോകുന്ന ദീപശിഖ നാട് പൂർണ്ണമായും ഏറ്റെടുത്തു എന്നതാണ് ഞങ്ങളുടെ അനുഭവം. ആലപ്പുഴയിൽ സാധാരണ NH വഴി മാത്രമാണ് ഇതുവരെ ജാഥകൾ സംഘടിപ്പിച്ചത്. പക്ഷേ ഈ ജാഥ കടലോര മേഖലയും ഗ്രാമങ്ങളിലും എല്ലാം സഞ്ചരിച്ച് ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ഈ പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുമുള്ള അചഞ്ചലമായ അവരുടെ കൂറ് പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് സ്വീകരണങ്ങളും ആവേശകരമായ ഇതിനോടൊപ്പം അണിചേരലും സാക്ഷ്യപ്പെടുത്തുന്നത്.